Assalamualaikum dear friends, welcome back to Shamys world. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഗോതമ്പാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഗോതമ്പാണ്. ഇത് നമുക്ക് എപ്പോഴും ഈ ഗോതമ്പ് നമുക്ക് എപ്പോഴും റേഷൻ കടയിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മൾ ചപ്പാത്തി, പുട്ട്, ദോശ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഗോതമ്പ് ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും കിട്ടും നമുക്ക്. അത് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽ നിന്നാണ് നമ്മൾ ഈ ഗോതമ്പ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് മണ്ണും പൊടിയും അഴുകാണും. അതെല്ലാം നല്ലോണം പാറ്റിയെടുക്കില്ലേ, നമ്മൾ അരിയൊക്കെ പാറ്റിയെടുക്കുമ്പോൾ കുറച്ച് മണ്ണും പൊടിയൊക്കെ പോയി കിട്ടുമല്ലോ. അങ്ങനെ പാറ്റിയെടുത്തതിന് ശേഷം ഇത് 2-3 വെള്ളം കഴുകി മണ്ണും കല്ലും ഒക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗോതമ്പ് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ വെച്ചെടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗോതമ്പ് ഇതിലോട്ടിട്ട് കൊടുക്കാം. വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇത് നമ്മൾ അരിയൊക്കെ വറുക്കുമ്പോൾ പൊട്ടില്ലേ, അതുപോലെ ഈ പൊട്ടൽ ഗോതമ്പ് ഒന്ന് പൊട്ടി വരും. നമ്മൾ വറുത്ത് വരുമ്പോൾ അതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കൊടുത്തോളൂ. ഇതുപോലെ പൊട്ടി വരും നമുക്ക്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഉടൻ തന്നെ നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഗോതമ്പ് വറുത്ത് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് 1/4 കപ്പ് കപ്പലെണ്ണയാണ്. ഇതിൽ കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് നമ്മുടെ കപ്പലെണ്ണയാണ്. 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താലും മതി. ഇനി ഇതൊന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കപ്പലണ്ടി വറുത്തിട്ടുള്ളതാണ്. അപ്പോൾ വറുക്കാത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് വറുത്തെടുക്കുക. അപ്പോൾ കപ്പലണ്ടി 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അളന്നെടുക്കുക. ഇനി നമുക്കിതൊന്ന് 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്കൊന്ന് മാറി കിട്ടണം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മൾ 1 കപ്പ് ഗോതമ്പ് നല്ലോണം കഴുകി വറുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് 1/4 കപ്പ് കപ്പലണ്ടി നമ്മൾ 2-3 മിനിറ്റ് വറുത്ത് മാറ്റി വെച്ചു. മൂന്നാമതായിട്ട് 1 കപ്പ് തേങ്ങ ഒരു 3 മിനിറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയല്ല ഞാൻ ചേർക്കുന്നത്. ഹെൽത്തിന് കൂടുതൽ നല്ലത് ശർക്കരയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പൊടിച്ചിട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കറുത്ത ശർക്കരയാണ്. കറുത്ത ശർക്കര ആകുമ്പോൾ ഇതിന് കൂടുതൽ ടേസ്റ്റും നമുക്ക് നമ്മുടെ പലഹാരത്തിന് നല്ല കളറും കിട്ടും. ഇനി ഇതിൽ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളവും കൂടെ, ടോട്ടൽ 2.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയും ഉരുകി കിട്ടും. അപ്പോൾ നമ്മൾ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെള്ള ശർക്കര എടുത്താലും മതി. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര തിളച്ച് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. നമ്മുടെ ശർക്കരയിൽ മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാൽ മതി, അല്ലെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി അരിച്ചൊഴിക്കാം നമുക്ക്. അപ്പോൾ ഇതിനെ നമുക്ക് കളയാം. ഇനി നമുക്ക് ഈ ശർക്കര പാനി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഗോതമ്പ് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഗോതമ്പ്. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് കപ്പലണ്ടി അതും നല്ലോണം തണുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ഏലക്ക ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം.
ഗോതമ്പും കപ്പലണ്ടിയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് നല്ലോണം തണുത്ത തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങയും ചേർത്ത് ഞാനിവിടെ പൊടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. തേങ്ങ വറുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈയിട്ട് നോക്കുമ്പോൾ പൊള്ളില്ല, ആ രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച മിക്സ് കുറേശ്ശെ ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ട് ഇടാൻ പാടില്ല, കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല, ഓണാക്കാതെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശെ നമുക്ക് ഈ മിക്സ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുകയും വേണം. മുഴുവനും അങ്ങിട്ട് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കുറുക്കി കിട്ടും. കൈവിടാതെ ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഗോതമ്പൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റം ആണല്ലോ. ഇപ്പോൾ കപ്പലണ്ടി ആയാലും തേങ്ങ ആയാലും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ശർക്കര പാനി പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കും. അതുകൊണ്ട് ഒരുപാട് താമസമൊന്നും വരില്ല. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതാ കുറുകി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശർക്കര ഈ ഗോതമ്പിൽ വലിച്ചെടുക്കും. അപ്പം നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഈ പാനിൽ നിന്ന് നമുക്കിതൊന്ന് വിട്ട് കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കടിക്കാനൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് കുറുകി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പിൻ്റെയും തേങ്ങയുടെയും എല്ലാം വെള്ളത്തിൻ്റെ അംശം നമുക്കൊന്ന് മാറി കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അടിപൊളി മണമാണ്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവം റെഡിയായി കിട്ടും. ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആകെക്കൂടെ എടുത്തിട്ടുള്ള സമയം 6 മിനിറ്റ് ആണ്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ട് ബോൾ പോലെ വരണം. എന്നാൽ മാത്രമേ നല്ല ഷേപ്പായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ നെയ്യ് തേച്ചതിന് ശേഷം ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യ് തടവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എള്ള് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒന്നും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മതി. ഇനി ഒരു സ്പൂണ് വെച്ചോ ഒരു സ്പാച്ചില വെച്ചോ ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം അമർത്തി വേണം ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ വശങ്ങളും നമുക്ക് ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിൽ ഇരുന്നേരം നല്ലോണം തണുത്തിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലോണം തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. പെട്ടെന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സൈഡെല്ലാം വിടിയിച്ച് കൊടുത്തു. ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ വീണ് കിട്ടും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് മുറിച്ച് ഒരു ഇലയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അത്ര നല്ല ടേസ്റ്റാണ്. ഇനി ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണം എടുത്ത് മുറിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.